നമസ്കാരം, എൻ്റെ പേര് ഗോവൻ എന്നാണ്. ഞാൻ മാരുതിയായിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി. അത് മാരുതി 800 ആയിരുന്നു. അത് ഞാൻ 2006 മേടിച്ചത്. അപ്പോൾ അത് ഞാൻ ഏകദേശം 2009 വരെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് പോപ്പുലറിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പല വണ്ടി മാറിയായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും തിരിച്ച് മാരുതിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാനിപ്പം സിയാസാണ് ഉപയോഗിക്കുന്നത്. 2014 മേടിച്ചതാണ്. അത് പോപ്പുലറിൽ നിന്നാണ് മേടിച്ചത്. സർവീസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആ വാഹനം നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ പീരിയോഡിക്കൽ സർവീസ് ആയിരുന്നാലും മെയിൻ്റനൻസ് ആയിരുന്നാലും നമ്മൾ ഇടയ്ക്ക് ഏതെങ്കിലും ട്രിപ്പിന് പോകുമ്പം പെട്ടെന്നൊരു അർജൻറ്റ് സർവീസ് വന്നാലും നമ്മൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് നമുക്ക് എപ്പോഴും പോപ്പുലർ സർവീസ് സെൻ്ററിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ചില സമയത്ത് നമുക്ക് ചില സർവീസ് മോശമാണെന്ന് നമുക്ക് ഫീൽ ചെയ്താലും നമ്മൾ തിരിച്ച് വണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ അത് അവർ കൂടുതൽ കെയർ ചെയ്ത് നമുക്ക് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യം ചില ആൾക്കാർ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്ന എൻജിനീയേഴ്സ് അവർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ഇന്ന് ഈ വർഷം പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അവർ കാണത്തില്ല. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, അഭിലാഷ് എന്ന് പറഞ്ഞൊരു സർവീസ് എൻജിനീയറുണ്ട്. അപ്പം ആ പുള്ളി ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട്, അതിൽ കൂടുതൽ വർഷമായിട്ട് പുള്ളി തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ ഒറ്റ കോൾ ചെയ്താൽ മതി, പുള്ളി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കോളും. ഇപ്പം ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മാറിയാലും പുള്ളി തന്നെ അത് ടേക്ക് കെയർ ചെയ്തോളും. ഇന്ന് രാവിലെ എൻ്റെ വണ്ടി, ഞാനൊരു വലിയൊരു ട്രിപ്പ് പോവുകയാണ് ഈ വരുന്ന ഫ്രൈഡേ. അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് ടോപ്പപ്പ് ചെയ്യാനും ഇതെല്ലാം ചെയ്യും, ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ പുള്ളി രാവിലെ തന്നെ പുള്ളി ഓഫീസിൽ വന്ന് എന്നെ വളരെയധികം സഹായിച്ചു. അപ്പം ഇങ്ങനത്തെ സർവീസിലാണ് നമ്മൾ കൂടുതൽ, നമ്മൾ എടുത്ത വണ്ടിയായിരുന്നാലും ഏത് നല്ല വണ്ടിയായിരുന്നാലും സർവീസ് നന്നായിരിക്കുമ്പോഴേ നമുക്കത് കൂടുതൽ ആ വണ്ടിയുമായിട്ട് ഇഷ്ടപ്പെടുത്തുള്ളൂ. അത് ഇനി കമ്പനി ആയിരുന്നാലും ഏത് വണ്ടിയായിരുന്നാലും. അതെനിക്ക് പോപ്പുലറിൽ നിന്ന് വളരെയധികം കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പോകുമ്പം, ചില സമയത്ത് നമ്മൾ പോകുമ്പം അവിടെ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പം റഷായിരിക്കും. ആ സമയത്ത് ആൾക്കാർ കാണത്തില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോപ്പുലറിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മൾ ഏതൊരു പാട്ടായിരുന്നാലും, ഞാൻ സിയാസിൻ്റെ എനിക്ക് ഇടയ്ക്കൊരു ഒരു എൻജിൻ സൈഡിൽ ഏതോ ഒരു കംപ്ലൈൻറ്റ് വന്നു, അതിൻ്റെ പാർട്സ് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അർജൻറ്റാണെന്ന്. രാവിലെ അവർക്ക് പാർട്സ് ഇല്ലായിരുന്നു, പക്ഷെ അവർ ഉച്ചയ്ക്കകത്ത് തന്നെ ആ പാർട്സ് എന്നെ അറേഞ്ച് ചെയ്ത് എനിക്ക് എല്ലാം റെഡിയാക്കി തന്നു. അതാണ്, അവർക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ട്. അവിടെ ഏത് പാർട്സ് ആയിരുന്നാലും നമുക്ക് അർജൻറ്റ് പണിയാണെങ്കിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. പൊതുവേ എനിക്ക് പോപ്പുലർ മാരുതി സർവീസ് എനിക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇത് കൂടാതെ ഞാൻ ഫോർഡിൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ടാറ്റ ഞാൻ ഓടിച്ചിട്ടുണ്ട്, വണ്ടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും ഞാൻ അപേക്ഷിച്ച് നോക്കുമ്പം മാരുതി സർവീസ് സെൻ്ററാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ള. ഈവൻ ഞാനിപ്പോൾ കൊച്ചി പോയിരുന്നാലും ഞാൻ പോപ്പുലർ സർവീസ് ചൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ഈ ടോൾ ഫ്രീയിലൊന്നും വിളിക്കാതെ തന്നെ ഈ സർവീസ് എക്സിക്യൂട്ടീവ്സിന് ആരെയും ഞാനൊരു പ്രാവശ്യം ഒരു 11:30-12 മണിക്കാണ് എൻ്റെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. ആ സമയത്ത് ഞാൻ ഈ പറയുന്ന അഭിലാഷിനെ വിളിച്ചപ്പോൾ ആ പുള്ളി അപ്പം തന്നെ കോൾ എടുക്കുകയും അതിന് അറ്റൻഡ് ചെയ്യുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. പിക്ക് ചെയ്ത് പുള്ളി വണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സഹായകമായിട്ടുണ്ട്. അപ്പം താങ്ക്സ് ടു പോപ്പുലർ.